Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the poem A Century Later by Imtiaz Dakar, Kaleidoscope, first semester, Calcutta University, Common English. Answer the following questions in one or two sentences. What is the central idea of the poem A Century Later? അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണെന്നാണ് question. The central idea of the poem concerns young girls struggles fighting for their right to education. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് അതായത് പെൺകുട്ടികൾ അവരുടെ അവകാശമായിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് ആണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ കഴിയുന്നത്. വാട്ട് ഈസ് എ ഫെർവെൻറ്റ് ഡിസയർ ഓഫ് ദ സ്കൂൾ ഗേൾസ്? എന്തായിരുന്നു തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം ആ ഒരു സ്കൂൾ ഗേൾസിൻ്റെ തീക്ഷ്ണമായ ആഗ്രഹം എന്തായിരുന്നു? ഫ്രീഡം ടു എഡ്യൂക്കേറ്റ് ദംസെൽസ് ആൻഡ് ഗെയിൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഈസ് ദ ഫെർവെൻറ്റ് ഡിസയർ ഓഫ് ദ സ്കൂൾ ഗേൾസ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. അതുപോലെ സമൂഹത്തിൻ്റെ ഇടയിൽ അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു അവർക്ക്. വാട്ട് ഡു ദ വേർഡ്സ് ബസ്സിങ്, ഹമ്മിങ് ആൻഡ് മർമർ സിംബലൈസ്? അപ്പോൾ ഈ ഒരു വേർഡ്സൊക്കെ എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? ഓണോമറ്റോപോയിക് വേർഡ്സ് ലൈക്ക് ബസ്സിങ്, ഹമ്മിങ് ആൻഡ് മർമർ സിംബലൈസ് ദ അവേക്കനിങ് ഓഫ് എ റെബല്യൻ. അതായത് ഈ ഒരു വേർഡ്സ് ഓണോമറ്റോപോയിക് വേർഡ്സാണ്. ഇത് സിംബലൈസ് ചെയ്യുന്നത് ഒരു റെബല്യൻ്റെ അവേക്കനിങ് ആണ്. ഷീ ടേക്സ് എ ബുള്ളറ്റ് ഇൻ ദ ഹെഡ്. ഹൂ ഇസ് ഷീ? ഇവിടെ ഷീ എന്ന് പറയുന്നത് ആരെയാണ് ഷീറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഷീ റെപ്രസെൻറ്റ് ദ സ്കൂൾ ഗേൾസ് ലൈക്ക് മലാല യൂസഫ്സായ്. വാട്ട് ഈസ് ദ വൺ റൈറ്റ് ദാറ്റ് എ ഗേൾ ഏൺസ് ഫ്രം സൊസൈറ്റി? സമൂഹത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഏൺ ചെയ്യേണ്ട ഒരു അവകാശം എന്താണ്? എഡ്യൂക്കേഷൻ ഈസ് ദ വൺ റൈറ്റ് ദാറ്റ് എ ഗേൾ ഏൺസ് ഫ്രം സൊസൈറ്റി. ഓക്കെ, താങ്ക് യു.